ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വേണ്ട പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നത്തോലിയുടെ ഉണക്കമീനാണ് കേട്ടോ. ഇത് നത്തോലി കരുവാടെന്നൊക്കെ പറയില്ലേ, അതാണിത് ഉണക്കമീൻ. നെത്തോലി വെച്ചാൽ നമുക്ക് നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും. അതുപോലെ തന്നെയാണ് ഈ നെത്തോലിയുടെ ഉണക്കമീൻ. ഞാനിത് വെള്ളത്തിലിട്ട് കോത്ത് വെച്ചിരിക്കുകയാണ്. ഉണ്ടോ, നല്ല കുതിർന്നിരിക്കുകയാണ്. ഇനി ഇതിനെ തലയെല്ലാം പിച്ചി മുള്ളെല്ലാം കളഞ്ഞ് ഇതിന് പ്രത്യേകം ഒരു ഈ രണ്ട് സൈഡ് മാത്രമായിട്ട് എടുക്കണം. പാലും തലയും മുള്ളും എല്ലാം നമുക്ക് കളയാൻ പറ്റാനാണ് കുതിർത്തെടുക്കുന്നത്. അപ്പോൾ അതെല്ലാം പാചകം ചെയ്ത് കൊണ്ടുവരാം. സെറ്റാക്കി റെഡിയാക്കി നമുക്ക് ഇത് കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ഒരു നാടൻ വിഭവമാണ് കേട്ടോ. ഈ നാടൻ ഐറ്റങ്ങളാണ് ഞാൻ കൂടുതലും വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളെയും കൂടി കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ തന്നെ ഇത് ചെയ്യാൻ അറിയുമോ എനിക്കറിയില്ല. പക്ഷേ ഒത്തിരി പേര് നാടൻ സാധനങ്ങളായിട്ട് തിരിച്ചു പോക്കുണ്ട്. എല്ലാം അതൊക്കെ തന്നെ ആയിട്ട് ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണിത് ഞാനിടുന്നത്. എല്ലാവരും ഇത് നോക്കിയിട്ട് അറിയാമെന്നുള്ളവർ, അങ്ങനെ അറിഞ്ഞുകൂടാത്തവർ ആ രീതിക്ക് ഇത് കണ്ട് നോക്കി ചെയ്തോളാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ ക്ലീൻ ചെയ്തുകൊണ്ടോട്ടെ. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. ചട്ടി കഴുകി അതിലായിട്ട് നമ്മൾ അരപ്പൊഴിക്കുകയാണ്. അരപ്പിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ, മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പുളി കേട്ടോ. ഇത്രയും ചേർത്താണ് നമ്മൾ ഈ അരപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. മഞ്ഞൾപ്പൊടിയും പുളിയും കൂടെ അരയ്ക്കാറുണ്ട് സാധാരണ മീനിന്. പക്ഷേ ഇതിന് നമുക്ക് ഉള്ളി ഇടുന്നുണ്ട് കേട്ടോ. ഉള്ളി അരിഞ്ഞിടുന്നത് കൊണ്ട് നമുക്കത് വേണ്ട. അപ്പോൾ ഈ കൂട്ട് മനസ്സിലായാലും നിങ്ങൾക്ക്. തേങ്ങ, പുളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയാണ് ഇതിന് ഇടുന്നത്. പിന്നെ ലേശം വച്ച ഈ ഉണക്കമീനിന് ചിലരും ഉലുവപ്പൊടി ഇടില്ല, നമുക്ക് ശകലം ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊരു ടേസ്റ്റ് നമുക്ക് ഈ അരപ്പിന് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇതിലിടുന്ന കൂട്ടിൽ കൂടെ ഇടുന്ന കരുവാടാകുമ്പോൾ, ഉണക്കമീനാകുമ്പോൾ നമ്മളതിൽ കുറച്ച് ഐറ്റങ്ങളും കൂടി ഇടും. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, തക്കാളിയുണ്ട്, പച്ചമുളകുണ്ട്, കുറച്ച് ചക്കക്കുരും കൂടി ഇടുകയാണ് കേട്ടോ. അത് പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ അരപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയുണ്ട്, കഴിഞ്ഞില്ല, ഇനി ഐറ്റങ്ങളുണ്ട്. ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും മുരിങ്ങയ്ക്കയും കൂടെ. ഇത്രയും കൂടെ ഇട്ടാൽ നമ്മൾ വിചാരിക്കും, നിങ്ങൾ വിചാരിക്കും ഇതെന്താ പച്ചക്കറി അവിയലാണോ എന്ന് തോന്നും. പക്ഷേ അതാണ് അതിൻ്റെ ഒരു ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ആവശ്യത്തിന് ഇടുക മതി. ഇനി നമ്മളൊന്ന് ഇളക്കുക. അതുകൊണ്ടോ നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ നോക്കി പുളിയൊക്കെ നോക്കി നമ്മൾ അതിനെ അങ്ങ് അടുപ്പിലോട്ട് വയ്ക്കുക. ഇത് കുറച്ച് വെന്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉണക്കമീൻ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇപ്പോഴേ ഉണക്കമീൻ ഇടണ്ട, കുറച്ചും കൂടി വെള്ളം വേണം. കഷ്ണമെല്ലാം വെന്ത് ചേരണ്ടേ. കണ്ടോ കളറുണ്ട്, എന്താ ഭംഗിയെന്നറിയാം. ഇത് നമുക്ക് ചോറ് കഴിക്കാനായിട്ട്, ചൂട് ചോറ് ഇതും കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വേറെ ഓരോ ഐറ്റവും വേണമെന്നില്ല, ഇത് മാത്രം മതി. കണ്ടു, ഉപ്പ് നോക്കട്ടെ. നല്ല പുളി, ആവശ്യത്തിന് എരി, ഉപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. ഈ കളർ തന്നെ ആയിരിക്കണേ, കളർ കൂടിപ്പോവുകയൊന്നും ചെയ്യരുത്. എരിയുള്ള മുളകാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കാശ്മീരി ചില്ലിയോ എന്തെങ്കിലും കൂടെയൊക്കെ ചേർത്ത് ചെയ്തോണം കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ വേവാൻ വേണ്ടി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഉണക്കമീനിനെ കഴുകിക്കൊണ്ട് വരാം. ഇതെല്ലാം കൂടി കിടന്നതായിട്ട് ഇതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കൂടിപ്പോയോ ഒന്നും ഇല്ല. ഇതെല്ലാം വെന്ത് നമുക്ക് ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് വേവട്ടെ. ആ സമയത്ത് നമുക്ക് ഉണക്കമീൻ സെറ്റ് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ ഉണ്ടോ നല്ല തിളച്ചു. അപ്പോൾ നമുക്ക് ഇനി ആ ഉണക്കമീൻ കൂടെ അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി സെറ്റായിക്കോളും. കണ്ടോ എന്ത് കളർഫുള്ളായിട്ടുള്ള കറിയാണെന്ന്. ഉണക്കമീൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാവരും നോക്കുക. ഇതെങ്ങനെയുണ്ടോ, തല എടുത്ത് കളഞ്ഞിട്ട് അതിനിങ്ങനെ പൊളന്നിങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ മുള്ള നമുക്ക് വാലോടെ കിട്ടും. അപ്പോൾ അങ്ങനെ ഫുള്ളും കളയണം. അല്ലെങ്കിൽ ഇത് ഉണക്കമീനായതുകൊണ്ട് ഈ ഇതിൽ കിടന്ന് വെന്ത് പൊടിഞ്ഞാൽ നമുക്ക് കറി കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതിനിങ്ങനെ നല്ല വൃത്തിയാക്കി എടുത്ത സാധനത്തിന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടി സെറ്റാവട്ടെ. ഉണക്കമീൻ കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിക്കണ്ട, അതിൻ്റെ ടേസ്റ്റ് അതിൽ ഇറങ്ങിക്കോളും. നല്ല കറിയായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. നല്ല സെറ്റാകുമ്പം ഇച്ചിരി കറിവേപ്പിലയും ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് എടുക്കുമ്പം ചോറ് സൂപ്പറായിട്ട്
നമുക്ക് കഴിക്കാൻ പറ്റും. ഇഷ്ടം പോലെ നിറച്ച് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് വേവട്ടെ, നമുക്ക് അതിനുള്ള സമയം കൊടുക്കാം. ഇതാ നല്ല തിളയ്ക്കുന്നുണ്ട്. തിളച്ച് നല്ലോണം വെന്ത് ശരിയാവട്ടെ. ഒരിക്കൽ കൂടെ കുറച്ചുകൂടെ കിടക്കട്ടെ. അപ്പോൾ അതാ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഓക്കേ, ഇനി നമുക്ക് കൂട്ടിക്കൊള്ളാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. വളരെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സൂപ്പറായിട്ട് ചോറുണ്ണാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ബായ്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ